റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പ്രസംഗിക്കുകയാണ്. നമ്മളോടല്ല, അങ്ങാടിയിലല്ല, പരപ്പനങ്ങാടി കടപ്പുറത്തല്ല. ആരോടാ സംസാരിക്കണ അറിയോ? അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും ജഅഫറും സുബൈറും, അങ്ങനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് റസൂല് പറഞ്ഞ ആ മഹാന്മാരടക്കമുള്ള സഹാബത്ത് ഇരിക്കുന്ന സദസ്സ. സഹാബത്തിനെ കുറിച്ച് റസൂൽ എന്താ പറഞ്ഞ? നിങ്ങള് അസ്ഹാബി കന്നുജൂം, എന്റെ സ്വഹാബത്ത് നക്ഷത്രങ്ങളെ പോലെയാണെന്ന് പറഞ്ഞ് നക്ഷത്ര സമാനരായ ആ സ്വഹാബത്തിരിക്കുന്ന സദസ്സിനോടെ റസൂലുള്ള സംസാരിക്കുക. ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമി. ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഞങ്ങളോട് പ്രസംഗിച്ചു. എന്നും പ്രസംഗിക്കും, എപ്പോഴും പ്രസംഗിക്കും. പക്ഷെ ഒരു ദിവസത്തിലെ പ്രസംഗത്തിന്റെ പ്രത്യേകത സഹാബത്തെ എടുത്തു പറയാ. റസൂലുള്ള ഞങ്ങളോട് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? സഹാബത്തെ, നിങ്ങൾ ശിർക്കിനെ നന്നായി സൂക്ഷിക്കണം കേട്ടോ. ഈ ഇരിക്കുന്ന ആരോടെങ്കിലും ഒരാള് പറയാണ്, നോക്കി അദ്ലാക്ക പേര് സാങ്കല്പിക്കാണ്, എന്റെ പേര് കച്ചറുണ്ടാക്കണ്ട, അതാരോ പറയിപ്പിച്ചതാ, മൂപ്പരെ വിളിച്ചു കാണുന്ന് പറയണ്ട. ഇനി മോമാക്ക ഏതെങ്കിലും കാക്ക നിങ്ങള് ശിർക്കിനെ പേടിക്കണം കേട്ടോ എന്ന് പറഞ്ഞാലേ നമ്മളെ രോമം നീച്ചു. ആരോടെ സംസാരിക്കണേ? കഴിഞ്ഞ 50 കൊല്ലായി മുജാഹിദ് പള്ളിയിൽ ജുമയക്കൂടാളാ ഞാൻ. ജിരിക്ക തൗഹീദും ചുരുക്കം പഠിപ്പിക്കണേ, പോടാ അവിടുന്ന് അറിയില്ല. നമ്മള് തൗഹീദിന് വേണ്ടി ബദറും മുഹദും ഖന്തഖും ശത്രുവിന്റെ വാളുകൾക്കിടയിൽ പൊരുതിയ ആ സഹാബത്തിനോട് റസൂൽ പറയണേ, സഹാബത്തെ ശിർക്കിനെ പേടിക്കണം കേട്ടോ. സഹാബത്ത് പേടിച്ച് ഞങ്ങളോട് റസൂൽ ശിർക്കിനെ പേടിക്കാൻ പറയേ. ശിർക്ക് ഇത്ര ഭയങ്കര. റസൂൽ പറയണേ, ഇരുട്ടുള്ള ഒരു രാത്രി കറുത്ത ഒരു പാറ, ആ കറുത്ത പാറയിലൂടെ ഒരു കറുത്ത ചെറിയ പ്രാണി അതിങ്ങനെ അരിച്ചു വന്നാല് ആരെങ്കിലും അറിയോ? അപ്പൊ ഇവിടെ കടലാണല്ലോ, കടപ്പുറത്ത് അങ്ങനെ ഇരുട്ട് നിറഞ്ഞ ഒരു രാത്രിയിൽ കടലിലെ വെള്ളം ഇങ്ങനെ കറുത്ത് തെരടിക്കുക. ആയിക്കൂടെ അങ്ങനെ ആ കടലിലെ ഏതെങ്കിലും ഭാഗത്ത് ഒരു ചെറിയ പ്രാണി, ഒരു ചെറിയ മീന് ഇങ്ങനെ പതുക്കെ നീന്തിപ്പോയാല് ആരെങ്കിലും കാണോ? അറിയോ? അതേപോലെ സ്വഹാബത്തെ, നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ പോലും അറിയാതെ ശിർക്ക് കയറി വരും കേട്ടോ. നിങ്ങൾ അതിനെ പേടിക്കണം കേട്ടോ. സ്വഹാബത്ത് പേടിച്ച്, ഇത്ര ഗൂഢമായി, ഇത്ര ഭീകരമായി ഈ സാധനം മനസ്സിലേക്ക് കയറി വരുമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ എങ്ങനെ ആ ശിർക്കിനെ പ്രതിരോധിക്കും? നേർക്കുനേരം കെട്ട് കൊമ്പും കുലുക്കി വരികയാണെങ്കിൽ നമുക്കത് മുട്ടിയൊക്കാം. ഇത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രതിരോധിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്ത്, അല്ലാഹുവേ ഞങ്ങൾ അറിയാതെ എന്തെങ്കിലും